ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായ രുചിയിലുള്ള ഒരു നല്ല നാടൻ ചെമ്മീൻ കറി റെസിപ്പി ആയിട്ടാണ്. തേങ്ങയൊക്കെ അരച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1 ടീസ്പൂൺ കടുകും 3 വറ്റൽമുളക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, ഒരു പൊട്ടാറ്റോ ഇതെല്ലാം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം അടച്ചു വെക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ നല്ല പോലെ ഒന്ന് കുക്കായി വരട്ടെ. നല്ല നാടൻ രുചിയിലുള്ളൊരു ചെമ്മീൻ കറി റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 4 കുഞ്ഞുള്ളിയും ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചെമ്മീനിലെല്ലാം മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. കറി തുറന്ന് നോക്കുകയാണ്. നോക്കി നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ജാറ് കഴുകിയിട്ട് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോഴത്തെ കറി കണ്ടോ, നല്ലപോലെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇനി ഇതിലോട്ടൊരു 1 ടീസ്പൂൺ ഫിഷ് മസാലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. ശേഷം കറി വാങ്ങി വയ്ക്കാം. ഇത് നമ്മുടെ നാവിൽ കൊതിയോറും രുചിയിലുള്ള നാടൻ ചെമ്മീൻ കറി റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.